എന്റെ സുഹൃത്തായ കെ അജീത്തിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ദിവസമാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും, പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഒപ്പം റോബിൻ രാധാകൃഷ്ണൻ ഒരു യൂത്ത് ഐക്കോണാണ്. റോബിൻ രാധാകൃഷ്ണനെ ഞാൻ പാർട്ടിയിൽ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇതിനപ്പുറം മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, നമുക്കെല്ലാവർക്കും അറിയാം, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു കലാപവും അറ്റാക്കും ട്രാജഡിയും. അവിടെ എത്രയോ ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ UAE-യും ബഹ്റൈനും ഖട്ടാറും കുവൈറ്റും സൗദി അറേബ്യയും. അപ്പോൾ ഇന്നു മുതൽ 30 ജില്ലാ ഓഫീസസിൽ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ആർക്കെങ്കിലും ഒരു പ്രശ്നമോ സഹായമോ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ ഓഫീസിന്റെ BJP ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്ത് അതിനൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. 1800-257-4357 1-800-257-4357. അപ്പോ ഇവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം തന്നാൽ പാർട്ടി അതിനുവേണ്ടി 100% സഹായിക്കാൻ ശ്രമിക്കും. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിന്റെ ഒപ്പം കോർഡിനേറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ഒരു ഡയറക്ഷൻ എല്ലാ ജില്ലാ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമുക്കെല്ലാവർക്കും അറിയാം, മറ്റന്നാൾ ആറ്റുകാൽ പൊങ്കാലയാണ്. തിരുവനന്തപുരത്തെ ഒരു ആനുവൽ കാലണ്ടറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ലോകത്തിൽ ഒരു ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലായിട്ട് എല്ലാവരും കാണുന്ന ആറ്റുകാൽ പൊങ്കാല നമ്മൾക്ക് എല്ലാവർക്കും ഒരു പുണ്യദിനമാണ്. പക്ഷേ ഈ കൊല്ലം തിരുവനന്തപുരത്ത് ഡ്രിങ്കിംഗ് വാട്ടർ, കുടിവെള്ളത്തിന്റെ ഷോർട്ടേജിനെ കുറിച്ച് എല്ലാവരും ആ ഒരു പ്രശ്നം സഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇന്നും പാർട്ടി ഒരു പ്രതിഷേധം, ഒരു സമരം നടത്തിയിട്ടുണ്ട്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരിച്ച സർക്കാർ 10 കൊല്ലം കഴിഞ്ഞ് 22 ലക്ഷം കോടി ചെലവാക്കി ഇന്നും തലസ്ഥാനമായ തിരുവനന്തപുരത്തിൽ കുടിവെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം. അപ്പോ 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ടാണ് വോട്ട് നേടിയത്. പക്ഷെ ഇന്നും തലസ്ഥാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പാർട്ടി വരുന്ന ദിവസങ്ങൾ കുറെ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇത് എന്തുകൊണ്ട്, അഴിമതി എവിടെ നടന്നു, ജൽജീവൻ മിഷന്റെ കാശ് കൊണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല, ഇവിടെ നടന്ന നെഗ്ലിജൻസ്, അനാസ്ഥയെ കുറിച്ച് BJP NDA കൃത്യമായ കാര്യങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ മുൻപോട്ട് വയ്ക്കും. പക്ഷേ സങ്കടമാണ്, ഈ ആറ്റുകാൽ പൊങ്കാല പോലെ ഒരു ദിവസം, ആഘോഷിക്കുന്ന ഒരു ദിവസം, വിശ്വാസികളുടെ കാലണ്ടറിൽ നല്ലൊരു ദിവസം, ആ ദിവസവും കുടിവെള്ളം ഒരു പ്രശ്നമാണ്. ഇതാണ് 10 കൊല്ലം ഭരിച്ച CPMന്റെ ഒരു ഗിഫ്റ്റ്. മൂന്നാമത്തെ കാര്യം, ഞാൻ BJP NDA ആദ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു, ഈ നാട്ടിൽ CPMഉം കോൺഗ്രസ് ചെയ്യുന്ന ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രാഷ്ട്രീയം, ഭരണഘടന കയ്യിലും വെച്ച് മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPIന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്ന ഈ രണ്ട് പാർട്ടീസ്, കോൺഗ്രസും CPM, പണ്ടെല്ലാം ഒളിച്ചു ചെയ്യുന്ന രാഷ്ട്രീയമായിരുന്നു. ഇന്ന് അവർ ഓപ്പണായിട്ട് ചെയ്യുന്നു. കോൺഗ്രസ് തീരുമാനിച്ചു ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം
ഓപ്പണായിട്ട് രാഷ്ട്രീയം ചെയ്യും. ഇന്നലെ ഇതേ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായ കോൺഗ്രസും CPM ഉള്ള ഇന്ത്യ അലയൻസ് തമിഴ്നാട്ടിലെ SDPIന്റെ ഒപ്പം ഒഫീഷ്യൽ അലയൻസ് പ്രഖ്യാപിച്ചു. അപ്പോ ഇനിയിപ്പം നാണമില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, നാണമില്ല എന്ന് അവര് തീരുമാനിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോ കയ്യിൽ ഭരണഘടന, സംസാരിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന CPM ഉം കോൺഗ്രസും, പക്ഷേ രാഷ്ട്രീയം ചെയ്യുന്നത് ഭരണഘടനയെതിരെ ആന്റി സെക്യുലർ, ആന്റി ഡെമോക്രസി, ആന്റി കോൺസ്റ്റിറ്റ്യൂഷൻ ജമാഅത്തെ ഇസ്ലാമിയും SDPIന്റെ ഒപ്പം. അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇലക്ഷൻ ഒരു 40-45 ദിവസമുണ്ട്. നിർണായകമായ ഇലക്ഷനാണ്. നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. ദശയും ദിശയും തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. കോൺഗ്രസും CPM രാഷ്ട്രീയ ഇരട്ടകളാണ്. അവരുടെ രാഷ്ട്രീയത്തിൽ ഈ പ്രീണ രാഷ്ട്രീയവും ജമാഅത്തും SDPIന്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയമാണെന്ന് ഇന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഫലങ്ങൾ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിന്റെ അപകടം എന്താണെന്ന് എല്ലാവരും ചർച്ച ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.